നമസ്തേ. പല പേരൻസും കുട്ടികളുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു 8 വയസ്സ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ പറയുന്നത് അവന് മിക്കവാറും പരീക്ഷയാകുമ്പം അവന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അസുഖങ്ങൾ വരും. ഒന്നില്ലെങ്കിൽ ഛർദിൽ വരിക, വയറിളക്കം ഉണ്ടാവുക, പനി വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അവർ പോയി നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാവും, വയറിളക്കത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഉണ്ടാവും. ഇത് എല്ലാ പരീക്ഷ സമയത്തും അല്ലെങ്കിൽ സ്കൂളിൽ ടെസ്റ്റ് പേപ്പർ ഇട്ടാലും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇതും നമ്മുടെ സൈക്കോളജി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം. കാരണം നമ്മുടെ സൈക്കോളജി നമ്മുടെ ഫിസിയോളജിയെ ചേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര പവറുണ്ട്. അതായത് സയൻസ് പറയുന്നത് വാട്ട് യു തിങ്ക് യു ബിക്കം എന്നാണ്. അതായത് കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊരു പേടിയോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനായിട്ടുള്ള ഒരു മടിയോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫിസിയോളജി അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും പല പേരൻസും എന്ന് പറയുന്നത് പരീക്ഷ സമയമാകുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അസുഖങ്ങൾ വരും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുട്ടികൾക്ക് സൈക്കോളജിക്കലി ആ പരീക്ഷയോടുള്ളൊരു പേടി അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനോടുള്ള പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ഇത് നമ്മൾ ഒരിക്കൽ എൻ്റർടൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷ സമയത്തും ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. ഇതൊരിക്കലും മാറാനും പോകുന്നില്ല. എന്തൊക്കെ മരുന്ന് കൊടുത്താലും ആ സമയമാകുമ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യും. എത്ര ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്താലും. ഇതിനാകെയുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്ക സമയത്ത് തന്നെ അത് നെഗ്ലക്റ്റ് ചെയ്യണം. അതായത് ഇപ്പം കുട്ടിക്ക് ചെറിയ പനി ഉണ്ടെങ്കിൽ പോലും സ്കൂളിൽ വിടാനും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, ചിലപ്പോൾ ചില ടീച്ചേഴ്സിനെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതായിരിക്കാം കാരണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാനും അവരുമായിട്ടൊരു ഇഷ്ടം തോന്നിക്കാനും സബ്ജക്റ്റിനോടൊരു ഇഷ്ടം തോന്നാനും ഉണ്ടാവുന്ന രീതിയിലേക്ക് സാഹചര്യത്തെ മാറ്റിയെടുത്താൽ ഈ കുട്ടിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുകയും അസുഖം വരാത്തൊരവസ്ഥയുണ്ടാവും. ഇല്ലെങ്കിൽ എല്ലാ മാസവും നമ്മൾ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ കയറി ഇറങ്ങി നടക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിനകത്തൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം പല പേരൻസും ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു ഇത് പറയുന്നത്. അപ്പം സൈക്കോളജി നമ്മുടെ ഫിസിയോളജിയെ മാറ്റാനായിട്ട് വളരെയധികം പ്രാപ്തിയുണ്ട് എന്ന് മനസ്സിലിരുത്തുക. നമസ്തേ.